അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇതിലേ ഇപ്പോൾ മന്ത്രി ഇത് ഉടനെ വന്ന് പറഞ്ഞു, പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും അതുപോലെ തന്നെ PWD ഇലക്ട്രിക്കൽ വിങ്ങും പ്രത്യേക അന്വേഷണം നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. നമുക്കറിയാം, ഏത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അപകടങ്ങളുണ്ടായാലും ഉടനെ തന്നെ അന്ന് അന്വേഷണം പറയും. ഇപ്പോൾ SIT ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അവിടുത്തെ ജനറേറ്റർ കത്തിയപ്പോൾ അതും വലിയ വിഷയമായി, അന്വേഷണം പ്രഖ്യാപിച്ചു. ഇങ്ങനെയുള്ള പ്രഖ്യാപിക്കുന്ന അന്വേഷണങ്ങൾക്ക് പിന്നെന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് അറിയില്ല. എന്നാൽ ആര് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയില്ല. ഇപ്പോൾ നമ്മളെ പിന്നെ ചില ബസ് അപകടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നടപടി എടുക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ ഈ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്കോ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ബസ് അപകടം ഉണ്ടായപ്പോൾ അതിൻ്റെ പിന്നെ അതിലെ ബസ്സുകളിൽ പിന്നിൽ എക്സിറ്റ് ഡോർ ഇല്ലാത്തതാണ് വിഷയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാ ബസ്സുകൾക്കും ഡോർ പിടിപ്പിച്ചു. പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ് അപകടം ഉണ്ടായപ്പോൾ അത് കളറ് വെള്ളാക്കിയാലേ ആ അപകടം ഇല്ലാതാവുള്ളൂ എന്നല്ല, എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾക്കും വെള്ള കളറ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാതെ തൊലിപ്പുറമേയുള്ള ചില കാര്യങ്ങളാണ് ഈ ഭരണാധികാരികൾ എമർജൻസി എക്സിറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ബോൾട്ട് ഇട്ട് അടച്ചിട്ടുണ്ടാവും, അവിടെ ഒരു ലാഡറും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതന്നെ അത് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളെ ഈ മറ്റേ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലെ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഉണ്ടാവും, പക്ഷെ അതിൽ ഫസ്റ്റ് എയ്ഡ് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയാണ് എമർജൻസി എക്സിറ്റും. അതുപോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ മന്ത്രിയോ മറ്റുള്ളവരോ പ്രഖ്യാപനം നടത്തിയിട്ടാണ് പോകുന്നത്. പിന്നീട് എന്താണ് ഇതിന് റെമഡി ആയിട്ട് അവർ സമർപ്പിക്കുന്നത്? അതാണ് ഏറ്റവും വലിയൊരു സംഗതി. ഇതിന്റെ ഒരുപാട് ആളുകൾ നിത്യേന ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ്. അവിടെ ഒരു പൊതു സ്ഥാപനത്തിൽ ഇപ്പോൾ നമ്മളെ ഇത് ഒരു സെക്യൂരിറ്റി വിങ് അവിടെ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ആ സെക്യൂരിറ്റി വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ CISF എന്ന് പറയും, സെൻട്രൽ CSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി എല്ലാ തലത്തിലും കൊടുക്കാവുന്ന ഒരു സംവിധാനമാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് അതിന് പറയാം. ആ ഫോഴ്സ് അത് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പബ്ലിക് ഇടപെടുന്ന സ്ഥാപനങ്ങളിൽ സർക്കാർ നിർബന്ധമായി ഉണ്ടാക്കേണ്ടതാണ്. കാരണം ഇതിൽ ഈ സാധാരണക്കാരനായ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയ ഇതൊക്കെ ഉള്ള കുറേ ആളുകളാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഡിഗ്രിയോ മറ്റൊക്കെ ഉണ്ടാകാം, പക്ഷേ അവർക്ക് ഇതിൽ ഒരു പരിചയമില്ല. ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നത് ഭയങ്കര വിഷയമാണ്. നമ്മൾ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ് ഇവർക്ക് കിട്ടുന്നത്. CSFന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. ഈ CSF ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ CSFന്റെ സെക്യൂരിറ്റി എവിടെയുള്ളത്? എയർപോർട്ടുകളാണ്. എയർപോർട്ടുകൾ പ്രവർത്തിക്കുന്നത് എന്താണ്? IATA സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. അതിനൊരു അന്താരാഷ്ട്ര മാനദണ്ഡമുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ. നമുക്ക് ആ മാനദണ്ഡമില്ല. ആ മാനദണ്ഡമില്ലാത്ത നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇതൊന്നും ആവശ്യമില്ല. അതല്ലേ യാഥാർത്ഥ്യം? ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള വിഭാഗത്തിനെങ്കിലും ഇത് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് അർത്ഥമുള്ള ഒരു രീതി അവർക്ക് ആവിഷ്കരിക്കാൻ സാധ്യമല്ല ഇപ്പം നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്. അത് ഇവിടെ പറയുകയുണ്ടായി, കോൺഗ്രസിൻ്റെ ഒക്കെ പ്രതിനിധി പറയുകയുണ്ടായി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം, ഒരു ട്രെയിനിങ്, ഒരു ഇത് ഒക്കെ നമ്മൾ എന്ത് വെച്ചാൽ ഏർപ്പെടുത്തിയാലേ ഈ സംവിധാനം നമുക്ക് എന്ത് വെച്ചാൽ ഇത് സുരക്ഷയുടെ കാര്യത്തിൽ ഇങ്ങനെ കുറേ പ്രസ്താവനകളും കുറേ റെമഡികളും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് കുറച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാവരും മറക്കും. അത് അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങും. ഒരു സംശയമില്ല, മുമ്പത്തെ അതേപടി തന്നെ കാര്യങ്ങൾ നീങ്ങുക. സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ള നിലയിൽ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്.